എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം 21-ാം തീയതി ആരംഭിക്കും. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികളും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ പരീക്ഷയൊക്കെ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലിക്കൽ ഓൾ ഓപ്ഷൻ എന്നെ വിളിക്കുക. ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ. മാർച്ച് മാസം 21-ാം തീയതി സർവകലാശാല ആരംഭിക്കാൻ പോകുന്ന പരീക്ഷയും അതുതന്നെയാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു തുടങ്ങിക്കൊള്ളുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, സാർ പരീക്ഷയൊക്കെ മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന്, പരീക്ഷകളൊക്കെ മാറ്റി വെക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് ഒറ്റൊരു കാര്യമാണ് പറയുന്നത്, ഈ എന്തു വന്നാലും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ സർവകലാശാല മാറ്റി വെക്കില്ല. എന്തു വന്നാലും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റി വെക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വൈകിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. കാരണം എന്ന് വെച്ചാൽ ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയുന്നതോടുകൂടി ഒരു വിദ്യാർത്ഥിയുടെ ഡിഗ്രി പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ആവുകയാണ്. ആ വിദ്യാർത്ഥിക്ക് പിന്നീട് ഹയർ സ്റ്റഡിക്കും അല്ലെങ്കിൽ ഉന്നത ജോലിക്കൊക്കെ പോകേണ്ട ആവശ്യം വരും. ഇപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകേണ്ട വിദ്യാർത്ഥികൾക്കെന്നാണെങ്കിൽ ജൂൺ മാസം അഡ്മിഷൻ ആരംഭിക്കും. അപ്പോൾ ഈ ജൂൺ മാസം അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് PG BEd ഉൾപ്പെടെയുള്ള അഡ്മിഷനൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? ഡിഗ്രി ജയിച്ചതിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പരീക്ഷ വൈകിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ഈ മാർച്ച് മാസം നടക്കേണ്ട പരീക്ഷ വൈകിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വാല്യുവേഷൻ വൈകും, റിസൾട്ടും വൈകും. അന്നേരം ഈ ഫർദർ സ്റ്റഡീസിനൊക്കെ പോകേണ്ട വിദ്യാർത്ഥികൾ, ഹയർ സ്റ്റഡീസിനൊക്കെ പോകേണ്ട വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും? അത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, എന്തു വന്നാലും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റി വെക്കില്ല. അത് മാർച്ച് മാസം 21-ാം തീയതി തന്നെ സർവകലാശാല തുടങ്ങും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് സർവകലാശാല മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടെ എന്തെങ്കിലും കാരണം വെച്ചാൽ ചിലപ്പോൾ മറ്റ് സെമസ്റ്റർ പരീക്ഷകൾ 2-4 സെമസ്റ്റർ പരീക്ഷകളൊക്കെ കുറച്ച് വൈകിയേക്കാം. കാരണം 2ാം സെമസ്റ്റർ കഴിയുന്ന വിദ്യാർത്ഥി 3ാം സെമസ്റ്ററിലേക്കും 4ാം സെമസ്റ്റർ കഴിയുന്ന വിദ്യാർത്ഥി 5ാം സെമസ്റ്ററിലേക്കുമാണ് പോകുന്നത്. എന്നാൽ 6ാം സെമസ്റ്റർ കഴിയുന്ന വിദ്യാർത്ഥിക്ക് 7ാം സെം ഇല്ലല്ലോ. അവർ നേരെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് അധികം വൈകിക്കാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി നിങ്ങളുടെ കാര്യം കൃത്യമായ രീതിയിൽ ചെയ്യുകയും കൃത്യമായി അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള വിതരണങ്ങൾ ലഭ്യമാക്കേണ്ടതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം വൈകിച്ചുകൊണ്ട് പോകാനായിട്ട് സർവകലാശാലയ്ക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെക്കുമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു 90-95%, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു 90-95% 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു PG BEd ഒക്കെ അഡ്മിഷനൊക്കെ ജൂണിൽ ആരംഭിക്കും. അപ്പോൾ ഇവർക്ക് ഈ ജൂണിൽ അഡ്മിഷൻ ആരംഭിക്കുമ്പം അവർക്ക് ജൂണിന് മുമ്പ് എന്ത് ചെയ്യണ്ടേ? റിസൾട്ട് പ്രസിദ്ധീകരിക്കണ്ടേ? ഈ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രമല്ലേ ഈ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള പോകാൻ പറ്റും. അതുമാത്രമല്ല CUET ഒക്കെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള കേന്ദ്ര യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ PG ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ അവരൊക്കെ ഈ ജൂണിലാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ജൂൺ മാസത്തിനുള്ളിൽ റിസൾട്ട് വന്നാൽ മാത്രമല്ലേ ഈ വിദ്യാർത്ഥികൾക്ക് ഫർദർ സ്റ്റഡീസിനൊക്കെ പോകാൻ പറ്റൂ, ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വൈകിച്ചുകൊണ്ട് പോകാൻ സർവകലാശാലയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം വൈകിക്കുന്ന കാര്യം സർവകലാശാലയെ അത് വലിയ രീതിയിൽ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ വർഷം ഡിഗ്രി കഴിഞ്ഞൊക്കെ ഇറങ്ങേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ മാറ്റി വെക്കുമെന്ന് പറഞ്ഞ് ഇതുവരെയും നന്നായി പഠിച്ചു തുടങ്ങിക്കൊള്ളുക. കാരണം മാർച്ച് മാസം 21-ാം തീയതി പരീക്ഷ ആരംഭിക്കുമെന്നുള്ളത് എന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ, ഇത് പരീക്ഷ മാറ്റി വെക്കുമോ എന്നൊക്കെ. എന്തായാലും പരീക്ഷ മാറ്റി വെക്കാനുള്ള യാതൊരു കാര്യവുമില്ലെന്നല്ല, യാതൊരു കാരണമില്ലെന്നല്ല, പരീക്ഷ മാറ്റി വെക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം നിങ്ങൾക്ക് ജൂണൊക്കെ ആകുമ്പോൾ അഡ്മിഷൻ ഉൾപ്പെടെയുള്ളവ ആരംഭിക്കും. അപ്പോൾ അതിനു മുമ്പ് റിസൾട്ട് പ്രസിദ്ധീകരിക്കണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ ലഭ്യമാക്കണം. അങ്ങനത്തെയൊക്കെ ഒരുപാട്
പ്രൊസീജിയേഴ്സാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാത്രമല്ല ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും അവർക്കെല്ലാം ഉള്ള ഒരു പ്രൊസീജിയറാണ് ജൂൺ മാസത്തിനൊക്കെ മുമ്പ് സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാക്കുക. അപ്പം ഈ സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാക്കണേ എന്ത് സംഭവിക്കണം? ഈ നിങ്ങളുടെ പരീക്ഷ നടത്തണം, വാല്യുവേഷൻ നടത്തണം, റിസൾട്ട് പ്രസിദ്ധീകരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ചുമതല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പരീക്ഷ മാറ്റിവെക്കുന്ന കാര്യത്തിൽ യൂണിവേഴ്സിറ്റി എത്രത്തോളം പരീക്ഷ മാറ്റിവെക്കുന്ന കാര്യം ഗൗരവമായി എടുക്കും, പരീക്ഷ മാറ്റിവെക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. പരീക്ഷ മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തായാലും പഠിച്ച് മുന്നേറുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.